ഏതാണ്ട് 7ഓളം MLA-മാർ MP-മാർ കഴിഞ്ഞ ഒരു മാസ കാലയളവിനുള്ളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും BJP-യുടെയും ഭാഗമാകുകയാണ്. ഇന്ന് ഏറ്റവും സന്തോഷകരമായ സാഹചര്യമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും താഴെ ഘടകങ്ങളിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് നാട്ടിക MLA ആയിട്ടുള്ള ബഹുമാനായ CC മുകുന്ദൻ അവറുകളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പാവപ്പെട്ടവൻ്റെ നേതാവാണ്. സ്വന്തമായി കിടപ്പാടമില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള, പരിമിതികളുടെ അകത്തു നിന്നുകൊണ്ട് തന്നെ നാട്ടികയിൽ ഒരുപാട് വികസനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള ശ്രീമാൻ CC മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. മാതൃകാപരമായി മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ്. 100% കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ജീവിതം വ്രതമാക്കി ഏറ്റെടുത്തിട്ടുള്ള 100% പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരനായ, ഇന്ന് കേരളത്തിലെ MLA-മാരിൽ 140 MLA-മാരിൽ ഷീറ്റ് വലിച്ചു കെട്ടി ഒരു വീട്ടിൽ കിടക്കുന്ന MLA-യാണ് ശ്രീമാൻ CC മുകുന്ദൻ. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചെയർമാനുമായ ഞങ്ങളുടെ ആരാധ്യരായ അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ഞാൻ ഇന്ന് ഷാളിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയതമ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി രാധിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. കുടുംബം മുഴുവൻ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ അന്തിക്കാട് നിന്നാണ് അദ്ദേഹം വരുന്നത്. തീർച്ചയായും അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് നാട്ടിക തുടക്കം കുറിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന ആളുകളുടെ പ്രേരണാ സ്രോതസ്സായി അദ്ദേഹത്തെ ശ്രീമാൻ മുകുന്ദൻജിയെ ഞാൻ കാണുകയാണ്. രണ്ടുപേരും കൂടി ഉണ്ട്. ഓക്കെ, വെൽക്കം. നല്ല പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ പാർട്ടിയിൽ ചേർന്നതിനെ സംബന്ധിച്ച് എൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ടും മറ്റുള്ളതൊന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്ന നിലയിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും ഊറുപോലെത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരം പറയാനുള്ളത്. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്ഥാനാർത്ഥി ആയിട്ടുള്ള ഇതൊക്കെ കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാട്ടാനാണ്. അത് മാത്രമല്ല ഭയങ്കര ഭൂരിപക്ഷം വഹിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. താങ്കൾക്കെതിരെയാണ് ഇത്രയും നാൾ BJP പ്രവർത്തിച്ചിരുന്നത്. അപ്പോ BJP പക്ഷേ ഈ നിയമസഭാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ പാർട്ടിയിലേക്ക് കടക്കുന്നത് നിങ്ങൾ കാണുന്നത്? എൻ്റെ മനസ്സിലുള്ളത് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്ന ഈ MLA സ്ഥാനം വഹിക്കുന്ന നാട്ടിക നിയോജകമണ്ഡലത്തിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാഹചര്യവും അവിടെ നടപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ വികസനം, ഇവിടെ വന്നിട്ടുള്ള
മീഡിയക്കാർക്ക് പോയി പരിശോധിച്ചാൽ അറിയാം എന്താണ് നാട്ടിക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളൂ 5 വർഷക്കാലം. മുമ്പത്തെ വർഷത്തെക്കാലം കുറിച്ച് പറയേണ്ട സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ്. അതൊക്കെ ഭംഗിയായി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പച്ചയായി തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം അല്ല, അങ്ങനെ കോൺഗ്രസ്സുകാരെ പറ്റിയല്ല അന്ന് വിളിച്ചു ഞങ്ങോട്ട് പോയി എന്നല്ലാതെ അങ്ങനെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ അഭിപ്രായം പറഞ്ഞു. അവരെന്നോട് അഭിപ്രായം പറഞ്ഞത് ഞങ്ങളെ സ്വീകരിക്കാൻ ഞാൻ പറയട്ടെ, ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ചോദിച്ചു. നമുക്ക് ചിഹ്നത്തിലൊന്നും മത്സരിക്കാൻ കഴിയില്ല, അതും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ മുടങ്ങി പോകുന്നു. അല്ലാതെ വേറെ കൊണ്ട് പറ്റിക്കലൊന്നുമല്ല. എനിക്ക് എല്ലാ പ്രശ്നവുമായി ഇടപെട്ടുകൊണ്ട് ഞാൻ ഈ എന്താ പറയുക ചെന്ന് ചേർന്നപ്പോ എനിക്ക് വമ്പിച്ച് മുഴുവൻ വിജയിക്കട്ടെ. ഞാൻ അവര് നാട്ടിൽ BJP ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചില്ല. അതുകൊണ്ടല്ലേ ഇവിടെ എത്തിച്ചേർന്നത്. അത് സംശയം ഉണ്ടോ? മെമ്പറായി അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നോട് സ്നേഹിക്കുന്നവരെ കൂടെ നിന്ന് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായമാണോ? എന്റെ അഭിപ്രായമല്ല അത്. നിങ്ങളുടെ മീഡിയ എന്റെ അഭിപ്രായം ഞാൻ തുടങ്ങിട്ടുള്ളൂ. എന്റെ അടുത്ത് അത് മീഡിയയുടെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ഞാൻ അന്ന് പറഞ്ഞത് എന്താ, ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്താൻ മത്സരരംഗത്ത് ഉണ്ടാകും. അതല്ലേ ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പ്രതിഷേധിക്കാൻ എന്നെ മോശമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രതികരിക്കണമെങ്കിൽ ഞാൻ മത്സരരംഗത്ത് ഉണ്ടാകണം. നാളെ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകത അതാണല്ലോ. അതെനിക്കറിയാം. അവരോട് ചിലരുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. ഞാൻ ചില പേരെടുത്ത് പറഞ്ഞപ്പോൾ ഇനി നമ്മുടെ നാട്ടിക മണ്ഡലത്തിൽ വരാൻ പോവാണ്. അതിന്റെ മുഴുവൻ കൂടെ പറയണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഭംഗിയായി സംസാരിക്കും. അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ CPI-യിലായിരുന്ന സമയത്ത് എതിർത്തിരുന്നത് BJP-നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു BJP-യുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞത്? അല്ല, നിങ്ങൾക്ക് അത് തോന്നുന്നതാണ്. ഞാൻ ഇതുവരെ ഒരു പാർട്ടിയെ കുറിച്ചും നിങ്ങൾക്ക് തോന്നുന്നതാണ്, എനിക്ക് തോന്നുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കുന്ന എല്ലാ പാർട്ടികളും സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രവർത്തന ശൈലി ഏത് രാഷ്ട്രീയമാകട്ടെ ഞങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു പ്രസ്ഥാനങ്ങളുടെ താല്പര്യം, ആ പ്രസ്ഥാനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന സമീപനം അവിടുത്തെ പാർട്ടിക്കാർക്ക് അറിയാലോ. അവരോരുത്തോട് പറയട്ടെ, ഞാൻ ധിക്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ പാർട്ടിക്കാരും യോജിച്ച് ഒറ്റ കൊടികൾ പോകുന്ന ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് വികസനം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. വികസനം എന്റെ പൈസ അല്ലല്ലോ, ജനങ്ങളുടെ പൈസ അല്ലേ. ആ ജനങ്ങളുടെ പൈസ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനുള്ളതാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ എന്നോട് പറഞ്ഞത്, എന്റെ പാർട്ടി പറഞ്ഞത് നമ്മുടെ പാർട്ടി വിട്ട് 10 പൈസ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എന്നോ. അവർക്കാണ് കൊടുക്കാൻ പാടില്ല. പക്ഷെ അതല്ലല്ലോ, നിങ്ങൾ പരിശോധിച്ചോ. അതെ, നിങ്ങൾ സംസ്ഥാനത്തെ റിപ്പോർട്ട് ഒന്ന് പഠിച്ചു നോക്ക്. പലരും പോകുന്നുണ്ട്. അജിത്ത് CPI-യുടെ MLA അല്ലെന്നെ സഹായിച്ചിട്ട് ഞാൻ സഹായിച്ചിട്ടില്ല എന്നും പറയുന്നില്ല. മഹാഭൂരിപക്ഷം ജനങ്ങളും എന്നോട് പറഞ്ഞു എന്തായാലും CC മൂന്നും പോരാട്ടത്തിൽ ഉണ്ടാക്കണം. CC മൂന്നും പോരാട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യക്ഷമായ ഒരു അനുഭവം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവും. എന്നെ ദ്രോഹിച്ചവരെ ഭംഗിയായി സംസാരിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അതൊന്നും എനിക്കറിയാം. അതൊക്കെ വേറെ വിഷയങ്ങൾ. ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു മര്യാദ പുലർത്തണം. BJP ആളുകളുടെ കടന്നു തീർക്കുന്ന പാർട്ടിയല്ല. ഒരു മിനിറ്റ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം BJP-യിലേക്ക് ഒരാൾ വരുമ്പോ, BJP-യിലേക്ക് ആളുകളെ ഞങ്ങൾ ചേർക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ ക്വസ്റ്റിന് തന്നെ പ്രസക്തിയില്ല. കാരണം CC മുകുന്ദനെ പോലുള്ള ഒരാൾ ഒരു കീറ ഷീറ്റ് വലിച്ചിട്ട് കിടന്ന് അന്തി ഉറങ്ങുന്ന ഒരാളാണ്. അയാൾക്ക് കാശ് വേണമെന്നുണ്ടെങ്കിൽ BJP-യിൽ വരണമെന്നില്ല. നേരത്തെ ഒന്ന് കൈ അനക്കിയാൽ പോരെ. നല്ല കൊട്ടാരം പോലത്തെ വീട് പണിയാം. പല CPI-യുടെ നേതാക്കന്മാരുടെ വീടുണ്ടല്ലോ. അപ്പൊ ഇതിന് അദ്ദേഹത്തെ ഞങ്ങൾ കൊച്ചാക്കുന്നത് BJP ഞങ്ങൾ അദ്ദേഹത്തെ BJP-യിൽ ചേർക്കുന്നത് അദ്ദേഹം ഈ പാവപ്പെട്ടവനോട്, സാധാരണക്കാരനോട് അവരുടെ എഴുതി ചേർന്ന് നിന്നുകൊണ്ടാണ്. അദ്ദേഹത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൈ കൊടുക്കും. അതിനാണ് കെട്ടിപ്പിടിച്ച. ഇന്നലെ ഒരു രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടും BJP എതിർത്താണോ? ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെയാണല്ലോ എല്ലാവരും എത്തിച്ചത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ കുറെ MLA-മാരുടെയും ഒക്കെ പേര് നിങ്ങൾ പറഞ്ഞു. അവര് ഇന്നലെ വരെ എതിർക്കുക. ചിലപ്പോ 1 മണിക്കൂറും എതിർത്ത ആളുകൾ വരും. അതിനിയും വരാനുണ്ട് പലരും. ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ നടത്തിയിട്ടുള്ള ആളുകൾ പലരും BJP ചേരാൻ. ഞങ്ങൾ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് അത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഇപ്പോ ഈ വിഷയങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ അത് തന്നെ കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കും.
അതൊക്കെ ഇപ്പൊ സെൻട്രൽ ലീഡർഷിപ്പാണ് പറയുന്നത്. ജനങ്ങളുടെ വികസനം, ആ പ്രാദേശികമായിട്ടുള്ള വികസനങ്ങൾ, നിങ്ങൾക്കറിയില്ല നാട്യ മണ്ഡലം എന്ന് പറഞ്ഞാൽ ആ വികസനത്തിൽ 5 വർഷം കൊണ്ട് ഞാൻ നടപ്പാക്കിയത് രാഷ്ട്രീയത്തിന് അതീതം ഒരുപാട് മാറ്റങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഭരിച്ചവരുണ്ട്. ആ മുമ്പ് ഭരിച്ച ആൾക്കാർ ഇപ്പൊ എന്റെ എതിർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അതൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെന്റ് സീറ്റിനെ കുറിച്ച് പറയേണ്ട സാധ്യത ആ പേയ്മെന്റ് സീറ്റിനെ കുറിച്ച് പറയും. എന്നുവെച്ചാൽ മുമ്പ് മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി എന്താ ചെയ്തത്? 10 വർഷം മത്സരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് അല്ല പാർട്ടി മാറ്റിയിട്ട് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴാണ് ഒരു പേയ്മെന്റ് സീറ്റ് സ്വഭാവം ഞാൻ പറഞ്ഞത്. എന്നിൽ അപ്രീതമായിട്ടുള്ള വിശ്വാസം. അപ്പൊ എന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസൊന്നും വിഷയമല്ലേ? പേയ്മെന്റ് സീറ്റ് CPI എല്ലാ കാലത്തുള്ളതല്ലേ? തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാമിന് പേയ്മെന്റ് സീറ്റ് ആയിരുന്നു. CPI-കാരനല്ലേ പറഞ്ഞത്? പുതിയ സംഭവമൊന്നുമല്ല. ഈ പിണറായി സർക്കാരിന്റെ വികസന വിരുദ്ധതയ്ക്കെതിരെ BJP സംസാരിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ അത് ബുദ്ധിമുട്ടാവില്ലേ? കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും തരുന്ന ഫണ്ട് ആരെ ഫണ്ടാ നിങ്ങൾക്കറിയോ? ജനങ്ങളുടെ ഫണ്ടല്ലേ? ജനങ്ങളുടെ ഫണ്ടിന്റെ അകത്ത് ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ രാഷ്ട്രീയത്തിന് പ്രശ്നമല്ലല്ലോ. ഭംഗിയായി നമ്മൾ ഉപയോഗിക്കില്ലേ? അതെന്താ കുഴപ്പം? അത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ആ ഫണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കലാണ് ഞങ്ങളുടെ പ്രവർത്തനം. അത് ഭംഗിയായി നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകും. തർക്കമില്ലല്ലോ എൻ്റെ അകത്ത്. മുൻ നേതാക്കൾ വന്നത് BJP-യിലേക്ക് വന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ അത് അത്രയ്ക്ക് അതിലേക്ക് കിടക്കണ്ട. ഞാൻ ഇപ്പൊ പറഞ്ഞു ഒറ്റ വാചകമുള്ള എൻ്റെ അകത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടക്കാവുന്ന ഫണ്ടുകൾ മുഴുവൻ ഞങ്ങളുടെ ഫണ്ടാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് സത്യസന്ധമായി ജനങ്ങൾക്ക് എത്തിക്കാൻ ഇന്ന ആൾക്കാർ വേണമെന്ന് ആ പാർട്ടി തീരുമാനിക്കുന്നു, ഉൾക്കൊള്ളുന്നു, മുന്നോട്ട് പോകുന്നു. ഒരു സംശയം ഉണ്ടോ നിങ്ങൾക്ക്? LDF-ലാണ് സമയത്ത് 47% വോട്ടാണ് മൂന്നിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയത്. അപ്പൊ മറ്റുള്ളവർക്കൊക്കെ അതിന്റെ വളരെയധികം ബഹുദൂരം പിന്നിലായിരുന്നു. അപ്പൊ LDF എന്ന് പറയും BJP-യിൽ എത്തുമ്പോ അതെങ്ങനെയായിരിക്കും? അതിൽ യാതൊരു അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 60% വോട്ട് പിടിക്കും. ചില LDF നേതാക്കൾ, പ്രത്യേകിച്ച് CPI നേതാക്കൾ താങ്കളെ കൂട്ടത്തോടെ ദ്രോഹിച്ചു എന്ന് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. പേര് പിന്നെ പറയാം ഇപ്പോഴേക്കും ആ പേര് പറയാൻ നേതാവ് നമുക്ക് രാഷ്ട്രീയ പോരാട്ടത്തിൽ പറഞ്ഞാൽ മതില്ലേ? നിങ്ങൾ അവിടെ വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ, പേര് അക്കമിട്ട് എന്നോട് ഈ സ്ഥാനാർത്ഥിയെ ജയിച്ചോന്നോ കാശ് ചോദിച്ച നേതാക്കന്മാരുണ്ട്. അപ്പൊ വന്നപ്പോ കാശ് ചോദിച്ച പാർട്ടിന്റെ ആൾക്കാരുണ്ടല്ലോ. അത് നമ്മൾ പറയല്ലോ. എനിക്ക് അത് പറയും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചതാ. അതൊക്കെ ഞാൻ ഭംഗിയായി പഠിക്കാനും 15 വയസ്സ് തൊട്ട് തുടങ്ങി പാഠത്ത് വന്നു. അതിനേക്കാളും മുമ്പ് വിദ്യാർത്ഥി പ്രദർശനായി പ്രവർത്തിച്ചു, യുവജന പ്രദർശനായി പ്രവർത്തിച്ചു, മുദ്രാക്കി അങ്ങനെ വിളിക്കണം. ഒരു സമര പോരാട്ടത്തിൽ എങ്ങനെ നിലനിൽക്കുന്നൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ അതിന്റെ ഘടകം. ഇപ്പൊ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഘടകം തീരുമാനിക്കും. ആ ഘടകം തീരുമാനിക്കും ആര് വേണം എന്തൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. അതല്ല പറയണേ, ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഏറ്റെടുക്കാം. അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അദ്ദേഹത്തിന് ഉണ്ടാവണം. അദ്ദേഹത്തെ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും കാണണം. പാവപ്പെട്ടവനാണ് അദ്ദേഹത്തിന്. നിങ്ങൾക്ക് എല്ലാം വ്യക്തിപരമായിട്ട് കാണണമെങ്കിൽ കാണാം, സംസാരിക്കാം. ഇതൊക്കെ ഡെമോക്രാറ്റിക്കിന്റെ ഓപ്പൺ വേ ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷുഗർ ഉണ്ടെങ്കിൽ കൈ തരാം.